പത്തനംതിട്ടയിലെ ജി ഫിനാൻസിയേഴ്സ് സാമ്പത്തിക തട്ടിപ്പിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. സ്ഥാപന ഉടമകളായ ഗോപാലകൃഷ്ണൻ നായർ, സിന്ധു വി നായർ, ഗോവിന്ദ് ലക്ഷ്മി എന്നിവർക്കെതിരെയാണ് അന്വേഷണം. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പിൽ സ്ഥാപനത്തിനെതിരെ 80ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ, വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ പ്രതികളെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണോ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് പോലീസ്? പത്തനംതിട്ട തെള്ളിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജി ഫൈനാൻസിയേഴ്സിന്റെ ഉടമകളാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ 3 ആഴ്ചയായി ഒളിവിലാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നിക്ഷേപകർ കൂട്ടത്തോടെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം പത്തനംതിട്ട ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയത്. ഇതിനോടകം 100-നടുത്ത് പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഭിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഉടമകളായിട്ടുള്ള ഗോപാലകൃഷ്ണൻ നായർ, സിന്ധു വി നായർ, ഗോവിന്ദ്, ഒപ്പം തന്നെ ലക്ഷ്മി എന്നീ 4 പ്രതികളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നാണ് ഈ നിക്ഷേപകർ പരാതിയായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ തെള്ളിയൂരിലെ ജി ഫൈനാൻസിയേഴ്സിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ നിക്ഷേപകർ കൂട്ടത്തോടെ സമരം നടത്തിയിരുന്നു. ഒപ്പുശേഖരണമൊക്കെ നടത്തി പോലീസിനും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 30 വരെ പലിശ നൽകിയിരുന്നു എന്നാണ് നിക്ഷേപകർ പറയുന്നത്. ഇതിനു മുമ്പ് തന്നെ ഈ സ്ഥാപനത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിക്ഷേപം മടക്കി നൽകണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നിക്ഷേപകരെ വിളിച്ചുകൂട്ടി ഉടമസ്ഥർ ഒരു യോഗം വിളിച്ചുകൂട്ടി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അത് സ്ഥിര നിക്ഷേപത്തിന്റെ 2% വെച്ച് ഓരോ മാസവും തിരിച്ചു നൽകാമെന്നൊരു ഉറപ്പും ഈ ഉടമകൾ നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരി 30-ന് ശേഷം ഈ ഉടമകളെ കാണാനില്ല എന്നാണ് നിക്ഷേപകർ ഒറ്റക്കെട്ടായി തന്നെ ഇപ്പോൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളാണ് 100ഓളം പരാതികൾ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട കോയിപ്പുറം പോലീസാണ് ഇപ്പോൾ ഈ 4 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ നിക്ഷേപകർ പറഞ്ഞിരുന്നു രാജ്യം വിടാനുള്ള സാധ്യത നൽകിയത് ജി ഫൈനാൻസേഴ്സ് ഉടമകൾക്കെതിരെയാണ്. ഇപ്പോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. വാർത്തകൾ തുടരും.